ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. രാജ്യത്തെ പോലീസ് സേനയുടെ സേവനം സ്തുത്യർഹമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ഇന്ന് പോലീസ് സ്മൃതി ദിനം ആചരിക്കുന്നു. കോവിഡ് ഭീഷണി ഒഴിഞ്ഞിട്ടില്ലെന്നും രാജ്യം ജാഗ്രത കൈവിടരുതെന്നും പ്രധാനമന്ത്രി. രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം 68 ലക്ഷത്തിലേക്ക്. ദേശീയ രോഗമുക്തി നിരക്ക് 88.81%. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ഇതുവരെ നാട്ടിലെത്തിച്ചത് 19 ലക്ഷത്തോളം ഇന്ത്യക്കാരെയെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പോലീസ് സേന നടത്തുന്ന ത്യാഗപൂർണ്ണമായ സേവനങ്ങളെ ആദരിച്ചുകൊണ്ട് രാജ്യം ഇന്ന് ദേശീയ പോലീസ് അനുസ്മരണ ദിനം ആചരിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ രാജ്യത്തെ പോലീസ് സേനാംഗങ്ങൾക്ക് ആശംസ അർപ്പിച്ചു. വിശദവിവരങ്ങളുമായി ജോസ്ന. 1959 ഇതേ ദിവസം കേന്ദ്ര പോലീസ് വിഭാഗമായ സിആർപിഎഫ് സൈനികർ ലഡാക്കിൽ ചൈനീസ് സേനയുമായി നടത്തിയ ഏറ്റുമുട്ടലാണ് ദേശീയ പോലീസ് അനുസ്മരണ ദിനാചരണത്തിന് അടിസ്ഥാനം. മേഖലയിൽ കാണാതായ സൈനികനെ കണ്ടെത്താൻ പോയ സിആർപിഎഫ് ജവാന്മാരെ ചൈനീസ് സൈന്യം ആക്രമിക്കുകയായിരുന്നു. അംഗബലത്തിൽ വളരെ കുറവായിരുന്നെങ്കിലും സിആർപിഎഫ് സൈനികർ ശക്തമായി ചെറുത്തുനിന്നു. സംഘർഷത്തിൽ 10 ജവാന്മാർ വീരമൃത്യു വരിച്ചു. ഇവരോടുള്ള ആദരസൂചകമായാണ് ഒക്ടോബർ 21 പോലീസ് അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. രാജ്യത്ത് ഇതുവരെ 35,000-ഓളം പോലീസുകാരാണ് രാജ്യസേവനത്തിനിടെ ജീവൻ ബലി നൽകിയത്. കർത്തവ്യപാലനത്തിനിടെ രക്തസാക്ഷിത്വം വരിച്ച എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. കോവിഡ്-19 ചെറുക്കുന്നതിലും ഇവരുടെ സേവനം നിസ്തുലമാണെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെ ദേശീയ പോലീസ് മെമ്മോറിയലിലെത്തി വീരമൃത്യു വരിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ പോലീസ് മെമ്മോറിയലിൽ നടന്ന പോലീസ് അനുസ്മരണ ദിന പരേഡിനെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ ജാഗ്രതയിൽ കുറവ് വരുത്തരുതെന്ന് രാജ്യത്തെ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്ഡൌൺ ഒഴിവാക്കിയതിനർത്ഥം വൈറസിനെ തുരത്തി എന്നല്ല. ഇത് അലസതയ്ക്കും അലംഭാവത്തിനുമുള്ള സമയമല്ല. വാക്സിൻ ഉൽപാദനത്തിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തിനായി നിസ്വാർത്ഥ സേവനം നടത്തിയ ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ പ്രയത്നങ്ങളെ അഭിനന്ദിക്കുന്നു. രാജ്യത്ത് രോഗമുക്തി നിരക്ക് വർദ്ധിച്ചെന്നും മരണനിരക്ക് കുറഞ്ഞുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വരാനിരിക്കുന്ന ഉത്സവകാലത്ത് കോവിഡ്-19-നെതിരായ പോരാട്ടത്തിൽ ഒട്ടും വീഴ്ച വരുത്തരുതെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ജനങ്ങളോട് ആവശ്യപ്പെട്ടു. വാക്സിൻ കണ്ടെത്തുന്നതുവരെ മുഖാവരണം ധരിച്ചും സുരക്ഷിത അകലം നിലനിർത്തിയും കൈകൾ കഴുകിയും പ്രതിരോധം തുടരണമെന്നും അദ്ദേഹം ട്വിറ്ററിലൂടെ ആഹ്വാനം ചെയ്തു. രാജ്യത്ത് മെഡിക്കൽ ഓക്സിജന്റെ ദൌർലഭ്യമില്ലെന്നും ഓക്സിജൻ വിതരണം ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും കേന്ദ്രം സ്വീകരിച്ചു വരുന്നതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിൽ കോവിഡ് മുക്തരുടെ എണ്ണം 68 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. ഇതോടെ രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 88.81%-ലെത്തിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 61,000-ലധികം രോഗികൾ സുഖം പ്രാപിച്ചു. നിലവിൽ 7,40,000-ഓളം പേരാണ് രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം 54,000-ഓളം പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 76 ലക്ഷത്തിലധികമായി. നിലവിൽ ഇന്ത്യയിലെ മരണനിരക്ക് 1.51%. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 717 പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. രാജ്യത്ത് ഇതുവരെ 9,72,00,000 കോവിഡ് പരിശോധനകൾ നടത്തിയതായി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അറിയിച്ചു. ബീഹാറിൽ കോവിഡ് മുക്തി നിരക്ക് 94.17% വർദ്ധിച്ചു. ദേശീയ തലത്തിലുള്ളതിനേക്കാൾ 5.54% കൂടുതലാണിത്. ഇതുവരെ 1,95,000-ഓളം പേരാണ് രോഗമുക്തരായത്. 1,011 പേർ മരിച്ചു. ശരാശരി 1 ലക്ഷത്തിലധികം പരിശോധനകളാണ് ബീഹാറിൽ പ്രതിദിനം നടത്തുന്നത്. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4,10,00,000 കടന്നു. ഇതിൽ 3 കോടിയിലേറെ പേർ രോഗമുക്തരായി. 93 ലക്ഷത്തോളം പേരാണ് ഇനി ചികിത്സയിലുള്ളത്. 11,30,000-ഓളം പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. രോഗവ്യാപനത്തിന് മുന്നിൽ നിൽക്കുന്ന അമേരിക്കയിൽ 2,26,000-ഓളം പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്.
കേരളത്തിൽ നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് 91,922 പേരാണ്. 2,60,243 പേർ രോഗമുക്തരായി. ഇന്നലെ 53,901 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 6,591 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 7,375 പേർ ഇന്നലെ രോഗമുക്തരായി. 1,206 പേരാണ് കോവിഡ് ബാധിച്ച് ഇതുവരെ കേരളത്തിൽ മരിച്ചത്. 628 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ നിന്ന് ചൈനയിലെ ഗാങ്ഷുവിലേക്ക് വെള്ളിയാഴ്ച പുറപ്പെടേണ്ട വിമാനം റദ്ദാക്കി. പകരം ഈ വിമാനം ഈ മാസം 30-ന് ചൈനയിലെ വുഹാനിലേക്ക് സർവീസ് നടത്തുമെന്ന് ബെയ്ജിംഗിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. 30-ന് നിശ്ചയിച്ചിട്ടുള്ള ഡൽഹി ഗ്വാങ്ഷു സർവീസിൽ മാറ്റമില്ല. ഈ മാസം 1-ന് ആരംഭിച്ച വന്ദേ ഭാരത് മിഷന്റെ 7ാം ഘട്ടം പുരോഗമിക്കുകയാണ്. ഇക്കഴിഞ്ഞ 15 വരെ 18.32 ലക്ഷം ഇന്ത്യക്കാരെ ദൌത്യത്തിന്റെ ഭാഗമായി നാട്ടിലെത്തിക്കാനായെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സൈനിക അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കാൻ ഓസ്ട്രേലിയയെ ക്ഷണിച്ച ഇന്ത്യയുടെ തീരുമാനത്തിന് അമേരിക്കയുടെ പിന്തുണ. സൈനികവും സാമ്പത്തികവുമായി ചൈന ഉയർത്തുന്ന വെല്ലുവിളി തടയാൻ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ എന്നിവരുൾപ്പെടുന്ന ചതുഷ്കോണ സഖ്യം ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് അമേരിക്കൻ സെനറ്റർമാർ പറഞ്ഞു. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ തരൺജിത് സിംഗ് സന്ധുവിന് അയച്ച കത്തിലാണ് സെനറ്റർമാർ ഇക്കാര്യം അറിയിച്ചത്. കോവിഡ് മഹാമാരിയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ലോകരാഷ്ട്രങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ ചൈന ഇന്തോ പസഫിക്കിലുടനീളം സൈനികമായി ആധിപത്യം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിന്റെ പരിധി 10% വർദ്ധിപ്പിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം തെരഞ്ഞെടുപ്പ് പ്രചാരണം ദുഷ്കരമായത് കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ശുപാർശയെ തുടർന്നാണ് കേന്ദ്ര അനുമതി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ചെലവ് പരിധി വർദ്ധിപ്പിക്കുന്നത്. ബീഹാറിലെ 3ാമത്തെയും അവസാനത്തെയും ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. 3ാം ഘട്ടത്തിൽ 15 ജില്ലകളിലായി 78 നിയമസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. നവംബർ 7-നാണ് വോട്ടെടുപ്പ്. 884 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 23 വരെ പത്രിക പിൻവലിക്കാം. അതേസമയം ഈ മാസം 28-ന് നടക്കാനിരിക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പരിപാടികൾ സജീവമാണ്. നിരവധി ദേശീയ നേതാക്കളാണ് മണ്ഡലങ്ങളിലെ പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടും. രാത്രി 7:30-ന് അബുദാബി ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കിങ്സ് 11 പഞ്ചാബ് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയിരുന്നു. കൊറോണ വൈറസിൽ നിന്നുള്ള മോചനത്തിനും മഹാമാരി കാരണമായുണ്ടായ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് അമേരിക്കയെ കരകയറ്റുന്നതിനും തന്നെ വീണ്ടും തെരഞ്ഞെടുക്കണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്നലെ പെൻസിൽവാനിയയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലാണ് ട്രംപിന്റെ ആഹ്വാനം. ബൈഡനെ തെരഞ്ഞെടുത്താൽ രാജ്യത്തെ തൊഴിൽ മേഖലയും ഉൽപാദന മേഖലയും നശിക്കുമെന്നും ട്രംപ് ആരോപിച്ചു. കോവിഡ് പ്രതിരോധത്തിൽ ട്രംപ് പരാജയപ്പെട്ടുവെന്ന് എതിർ സ്ഥാനാർത്ഥി ബൈഡൻ ആരോപിച്ചിരുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഈ മാസം ശ്രീലങ്കയും മാലദ്വീപും സന്ദർശിക്കും. കൊളംബോയിൽ 28-ാം തീയതി അദ്ദേഹം ചർച്ച നടത്തും. അന്ന് തന്നെ മാലദ്വീപിലും എത്തും. മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സന്ദർശനം. രാജ്യത്തെ ഓഹരി വിപണിയിൽ ഇന്ന് നേട്ടത്തോടെ തുടക്കം. സെൻസെക്സ് 400 പോയിന്റ് നേട്ടത്തിൽ 40,949-ലും നിഫ്റ്റി 114 പോയിന്റ് നേട്ടത്തിൽ 12,010-ലുമാണ് വ്യാപാരം നടക്കുന്നത്. സ്വർണ്ണവില പവന് 280 രൂപ വർദ്ധിച്ച് 37,640 രൂപയിലാണ് ഇന്നത്തെ വ്യാപാരം. ഗ്രാമിന് 4,705 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ പോലീസ് സേനയുടെ സേവനം സ്തുത്യർഹമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് പോലീസ് സ്മൃതി ദിനം. കോവിഡ് ഭീഷണി ഒഴിഞ്ഞിട്ടില്ലെന്നും രാജ്യം ജാഗ്രത കൈവിടരുതെന്നും പ്രധാനമന്ത്രി. രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം 68 ലക്ഷത്തിലേക്ക്. ദേശീയ രോഗമുക്തി നിരക്ക് 88.81%. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ഇതുവരെ നാട്ടിലെത്തിച്ചത് 19 ലക്ഷത്തോളം ഇന്ത്യക്കാരെയെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.